വനജ്ജി ജമീഅൽ മുഅ്മിനീന മിൻ ഇബ്തിലാ, വനജ്ജി ജമീഅൽ മുഅ്മിനീന, സകല സത്യവിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും വേണം. മിൻ ഇബ്തിലാ, പരീക്ഷണത്തിനെ തൊട്ട് അല്ലെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം. ഇബ്തിലാ, പരീക്ഷണം. അല്ലാഹുവിന്റെ പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. വനജ്ജി ജമീഅൽ മുഅ്മിനീന മിൻ ഇബ്തിലാ, പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അവിടെ നല്ലവന് മോശപ്പെട്ടവന് എന്നൊന്നുമില്ല. പക്ഷെ അല്ലാഹു തആല ചിലപ്പോൾ ചില ദുആഇന്റെ ഖൈറ് കൊണ്ട് പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തിയേക്കാം. ശ്രദ്ധിക്കണം. വത്തഖു ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, വത്തഖു ഫിത്നതൻ, ഒരു ഫിത്നയെ നിങ്ങൾ ഭയപ്പെടണം. ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, ആ പരീക്ഷണം വന്നാൽ അക്രമികൾക്ക് മാത്രം അത് ബാധകമാവുകയില്ല. ഒരായത്താണ്. വത്തഖു ഫിത്നതൻ, ഒരു ഫിത്നയെ നിങ്ങൾ ഭയപ്പെടണം, ഒരു പ്രശ്നത്തെ ഭയപ്പെടണം, ഒരു പ്രതിസന്ധിയെ നിങ്ങൾ ഭയപ്പെടണം, ഒരു ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം. അങ്ങനെ കർത്തുണ്ട്. ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, ആ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് എത്തുകയില്ല. അല്ലദീന ളലമു മിൻകും, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്തവർക്ക് ഖാസത്തൻ, പ്രത്യേകമായിട്ട്. അതായത് ഒരു ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ മോശപ്പെട്ടവർക്ക് മാത്രമേ ആ ശിക്ഷ എത്തൂ എന്നില്ല. ആ ശിക്ഷ എല്ലാവർക്കും എടുത്തു. ചിലപ്പോൾ അല്ലാഹു തആല ചില ആളുകളെ നേരത്തെ രക്ഷപ്പെടുത്തിയേക്കും. ഒരു ബസ് പിന്നെ കത്താനുള്ളതാണ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ആ ബസ്സിലുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂക്കിപ്പറമ്പിൽ വെച്ച് ബസ് കത്താനുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല എടരിക്കൂടെ ഇറക്കും. അയാൾ സത്യത്തിൽ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്താണ്. അതൊരു ദുആന്റെ ഫലമായിരിക്കും. അല്ലാതെ പൂക്കിപ്പറമ്പിൽ ബസ് കത്തുന്ന നേരത്തെ അക്രമികൾ മാത്രം ബസ്സിൽ പെടുക, നല്ലൊരു പെടാതിരിക്കുക, അങ്ങനെ ഉണ്ടാവില്ല. ബസ് കത്തിയാൽ എല്ലാവരും കത്തും. അതൊക്കെ വളരെ ചിന്തിക്കണം. അപ്പോൾ ദുആയാണ് വനജ്ജി ജമീഅൽ മുഅ്മിനീൻ. പിന്നെ തൊട്ടയിനെ മുഴുവനും വേഗം ഒരു കത്താണെങ്കിൽ അവിടെ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഒരു വിഭാഗം ആളുകൾ തീ കെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ അലാഖത്തുകൾ മുറിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഇതിനോട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നവനെ വെട്ടിമുറിച്ച് ഒഴിവാക്കണം. ഉദാഹരണം, ഒരു ചായ്പുണ്ട്, അപ്പുറത്ത് തൊട്ടിട്ട് വേറൊരു ചായ്പുണ്ട്, ഇടയിൽ വേണമെങ്കിൽ നമ്മൾ ഈ വെള്ളപ്പാത്തികൾ കൊടുത്തിട്ട് ഈ ചായ്പുകൾ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്ന സമ്പ്രദായം പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്താ വേണ്ടതെന്ന് അറിയോ? ഈ ചായ്പിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം വെട്ടിയാണ് ഒഴിവാക്കുക. അപ്പോൾ പിന്നെ അവിടുന്ന് തീ ഇങ്ങോട്ട് വരൂല. ഒരു മുസീബത്ത് അങ്ങനെയാണ്. ആ മുസീബത്തിൽ നിന്ന് ഒരാളെ മാത്രം ഒഴിവാക്കാൻ പറ്റൂല. തൊട്ട് നിൽക്കുന്നത് മുഴുവൻ നശിച്ചു പോകും. മനസ്സിലാണല്ലേ പറഞ്ഞത്? ഇത് എന്നതുപോലെ തലയെക്കെട്ടിൻ്റെ ഒരറ്റത്ത് നജസ് പറ്റി എങ്കിൽ അത് തലയെക്കെട്ടിൻ്റെ ഭാഗമാണ്, നിസ്കാരം സ്വഹിയാവൂല. അതേസമയത്ത് അവിടെ കഷ്ണിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായാലോ പ്രശ്നമല്ല. തൊട്ട് നിൽക്കുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. ഇതൊരു പാഠമാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു പാഠമാണ്. നജസുള്ളതൊക്കെ തൊട്ടതാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, നിസ്കാരം സഹിയാവില്ല. ബാത്തിലാകൽ പിന്നെയല്ലേ, നിസ്കാരം ഉണ്ടാകാനല്ല. ഒക്കെ ശ്രദ്ധിക്കണം. ഇതിലെല്ലാത്തിനും ബാധകമാണ്. ഇപ്പോൾ എല്ലാം ബാധകമാണ്, എല്ലാത്തിനും ബാധകമാണ്. അങ്ങനെയാണ്. ഇപ്പം നിങ്ങളൊരു കച്ചവടത്തിന് പങ്കാളിയായ ഒരാളാണ് എങ്കിൽ ആ കച്ചവടത്തിൽ നിങ്ങൾ പോകണമെന്നില്ല. നിങ്ങളെ പുരയെ കുത്തിരിക്കുകയാണെങ്കിൽ പോലും അവിടെ വലിയൊരു കച്ചവടം ലാഭം വന്നാൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു സംഖ്യ കിട്ടും. നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ എന്തുകൊണ്ട് നിങ്ങളതിൽ തൊട്ടാളാണ്. അതേസമയത്ത് ആ വലിയ ലാഭം കിട്ടുന്ന തലേ ദിവസം നിങ്ങൾ കച്ചവടത്തിൽ നിങ്ങളെ ഷെയർ ഒഴിവായിട്ടുണ്ടെങ്കിലോ അങ്ങോട്ട് കിട്ടില്ല. എല്ലാം അങ്ങനെയാണ്, എല്ലാ കാര്യവും അങ്ങനെയാണ്. ഭർത്താവ് കള്ളുടിയനാണ്, ഭാര്യ സാലിഹത്വമാണ്. പക്ഷേ ഭർത്താവിന് ഭാര്യ വിധേയാണെങ്കിൽ അവനിറങ്ങുന്ന അസാബ് അവൾക്ക് ബാധകവും, തിരിച്ചും ബാധകവും. ബാപ്പാൻ്റെ മുസീബത്ത് കുട്ടികളെ ബാധിക്കും, കുട്ടികളെ മുസീബത്ത് ബാപ്പാനെ ബാധിക്കും. കുട്ടികൾ ചേർന്ന് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ, അതല്ല പിരിഞ്ഞു പോയാനാണെങ്കിൽ ബാധകമല്ല.
വേറെ വീട് കയറ്റി ബാപ്പയെ തൊട്ട് പിരിഞ്ഞു പോയി, അപ്പോൾ അത് ബാധകമാവില്ല. ബാപ്പയിലേക്ക് ചേർന്ന് നിൽക്കുന്ന മുസീബത്ത് പിരിയാത്ത മക്കൾക്കൊക്കെ ബാധകമാവും. ഭർത്താവിൻ്റെ ഗുണവും ദോഷവും ഭാര്യയിലേക്ക് എത്തും, ഭാര്യയുടെ ഗുണവും ദോഷവും ഭർത്താവിലേക്ക് എത്തും. എന്തുകൊണ്ട്? അവർ പരസ്പരം വിധേയരാണ്, തൊട്ട് നിൽക്കണം. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് സാലിങ്ങൾ ഈ സാലിങ്ങളെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ അടുത്ത ദിവസം എവിടെയോ ഒരു കിതാബിൽ ഞാൻ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹദീഥി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിച്ച്, വൽഹഖനി എന്നെ നീ ചേർക്കണം ബിസ്സാലിഹീൻ സാലിഹീങ്ങളോട്. ഭയങ്കര അത്ഭുതമാണ് ഈ സംഭവം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൈൽ നദിയുടെ നടുവിലുള്ള ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ മറവീതു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് നബിയെ അതിന് കാരണമുണ്ട്. ആ നാട്ടുകാർക്ക് തർക്കിച്ചു. ഒരു വലിയൊരു കാലഘട്ടം 10 കൊല്ലത്തോളം എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൈൽ നദിയുടെ ഒരു കരയിൽ താമസിച്ചു. ആ കരയിലുള്ള ആളുകൾക്ക് മുഴുവൻ സമൃദ്ധി ഉണ്ടായി. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങേ ഭാഗത്തെ കരക്കാർ വന്ന് യൂസുഫ് നബിയോട് സങ്കടം ഉണർത്തിച്ചു. നിങ്ങളിവിടെ പാർത്ത കാരണത്താൽ ഈ ഏരിയ മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടായി, ഞങ്ങളിപ്പോഴും ഫക്കീർമാരാണ്, അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ അവിടെ വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ താമസം നദിയുടെ അങ്ങേക്കരയിലേക്ക് മാറ്റി. അവിടെ താമസിച്ചു കൊണ്ടിരിക്കവേ യൂസുഫ് നബി വഫാത്തായപ്പോൾ തർക്കമുണ്ടായി. എന്താ തർക്കം? നിങ്ങളെ നാട്ടിലേക്ക് തൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും 10 ഉറുപ്പിക ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിരുന്ന് വന്നതാ. അവർ ഞങ്ങളെ നാട്ടുകാരാണ്, അതുകൊണ്ട് ഖബർ ഞങ്ങൾക്ക് തരണം എന്ന് ആദ്യത്തെ നാട്ടുകാർ വാദിച്ചു. അതല്ല, ഞങ്ങളെ നാട്ടിൽ വെച്ചാണ് വഫാത്തായത്, അതുകൊണ്ട് ഖബർ ഞങ്ങളെ നാട്ടിൽ തന്നെ വേണം എന്ന് അവരും വാദിച്ചു. രണ്ടുകൂട്ടരും വാദിച്ചു. ഇതിനൊരുപാട് പാഠമുണ്ട്. എന്താ ഒരു പാഠം? ഒരു സാലിയാ മനുഷ്യൻ്റെ ഖബറാണെങ്കിൽ പോലും ആ നാട്ടിന് ഉപകാരമാണ്. സാലിയാ മനുഷ്യൻ്റെ ഖബറാണെങ്കിൽ പോലും ആ നാട്ടിന് ഉപകാരമാണ്. ഖബർ മരിച്ചിട്ടുണ്ട്, എന്നാലും അതൊരു ഉപകാരമാണ് ആ നാട്ടുകാർക്ക്. അങ്ങനെ തർക്കം ആരും വിട്ടുകൊടുത്തില്ല. അവസാനം മധ്യസ്ഥന്മാർ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു എന്നാൽ നൈൽ നദിയെ അളന്നു. അതിൻ്റെ വെടുത്ത് അളന്നിട്ട് എന്ത് ചെയ്തു? നടുവിൽ ഒരു തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം മറവ് ചെയ്തു. എന്നാൽ 2 കൂട്ടർക്കും ഒരുപോലെ. നിങ്ങൾ 2 കൂട്ടർക്കും ഞങ്ങൾക്ക് അടുത്തിട്ടാണ്, ഇവർക്കും പറയാം അവിടെയാണ് മറവ് ചെയ്തതെന്ന് പറയണ്ട, ഇവിടെയൊന്നും പറയണ്ട. നിങ്ങൾക്ക് 2 കൂട്ടർക്കും മനസ്സിലായില്ലേ? ആ ഖബറിടത്തിലൂടെ മുകളിലൂടെ വരുന്ന വെള്ളം നിങ്ങൾ താഴെ ചിറകെട്ടിട്ട് തിരിച്ചു വിട്ടോളി. ആ മുകളിലൂടെ വരുന്ന വെള്ളം കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടായേക്കും. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ തുരുത്തിൽ മറവ് ചെയ്തു. അങ്ങനെ പക്ഷെ അവിടെ ഒരു ദുആ നടന്നില്ല. എന്താ ദുആ? വഅൽഹഖനി ബിസ്സാലിഹീൻ. ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് പ്രോമിസ് ലാൻഡിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവർ സീനായ് മരുഭൂമിയിൽ പോയിട്ട് തിരിച്ചുപോയി. ഫിറോൻ ചത്തതിന് ശേഷം എന്തിന്? യൂസുഫ് നബിയെ മാന്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂസുഫ് നബി വഫാത്തായി പോയിട്ടുണ്ട്. എത്ര നൂറ്റാണ്ട് ഇതിൻ്റെ അവസരം കിട്ടുന്നത്? ഒരു പ്രധാനപ്പെട്ട ചരിത്രമാണിത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് പ്രോമിസ് ലാൻഡിലേക്ക് വരികയാണ് ആര്? സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രോമിസ് ലാൻഡിലേക്ക് വരികയാണ്, ജെറൂസലേമിലേക്ക് വരികയാണ്. അവിടെ എമ്പാടും സാലിഹ്യങ്ങളും മഖബറകളുണ്ട്, അങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഫിറഔനെയും വിട്ട് ഓടി അവർ സീനായ് മരുഭൂമിയിൽ കയറി. ഫിറഔൻ ചെങ്കടയിൽ മുങ്ങി ചത്തു. അതിനുശേഷം അവർ വീണ്ടും തിരിച്ചുപോയി. എന്തിന്? ഒരാളവിടെ കിടക്കുന്നുണ്ട്. ആര്? സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫിൻ്റെ ഖബർ മാന്തിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭൗതിക ശരീരവും കൊണ്ടുപോകുന്നു. നൂറ്റാണ്ടുകൾ മുമ്പ് മരിച്ചിട്ടുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന് ഇന്നത്തെ ഖലീൽ കുന്നിൽ മസ്ജിദുൽ ഖലീലിൻ്റെ താഴെ ഹിബ്രോണിൽ, മനസ്സിലായില്ലേ, ആ പള്ളിയുടെ താഴ്ഭാഗത്ത് മറവ് ചെയ്തു. അത് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളും ഉണ്ടായൊരു തർക്കത്തിൻ്റെ കാരണത്താൽ പള്ളി ഭാഗം വെച്ചു. ഇപ്പം പള്ളി 2, പകുതി ഭാഗം സുനഗോഗാണ്, പകുതി ഭാഗം മസ്ജിദാണ്.
മനസ്സിലായില്ലേ? ആ സുനഗോഗിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഖബറുണ്ട്. അതാര് കൊണ്ടെന്ന് മറവ് ചെയ്തതാണ്? ഇസ്രായേലികൾ. ഏത് കാലഘട്ടത്തിൽ? മൂസാനബിയുടെ കാലത്ത്. അതല്ല മൂസാ നബിക്ക് ശേഷം യൂഷ നബിയുടെ കാലത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അക്കാലത്ത് BC 14-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട്. BC 14-ഓ 13-ഓ നൂറ്റാണ്ടുകളിലാണ് അവിടുന്ന് മാന്തിക്കൊണ്ട് നമ്മൾ പറയുന്നത്. എന്താ കാരണം? തൗഫനി മുസ്ലിം എന്ന് പറഞ്ഞത് ക്ലിയർ. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാ തുരുത്തിൽ കിടന്നാൽ ശരിയാവില്ല. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നു വൽഹിഖ്നി ബിസ്സാലിഹീൻ. മനസ്സിലായോ? അതൊരു പ്രധാനപ്പെട്ട ദുആയ. എന്ത്? തൗഫനി മുസ്ലിമൻ വൽഹിഖ്നി സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർത്ത് തരണം. ഞാൻ ഒറ്റ കൈ പോയത്. അതൊരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് സ്വാലിഹീങ്ങളിലേക്ക് ചേരുക. തമ്മാടികളിലേക്ക് ചേർന്നാൽ അതിന്റെ ദോഷം ഉണ്ടാവും. എന്തു അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും, രണ്ടുണ്ടാവും. അതിന് മനുഷ്യനെ എൻ്റെ ചില സ്വാലിഹീങ്ങളുടെ നാട് കെട്ടാൻ നമുക്കൊരു സന്തോഷമാണ്. മോശപ്പെട്ടവൻ്റെ നാട് കെട്ടാൻ നമുക്കൊരു പേടിയാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്തൊരാളിരിക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ നിങ്ങളെവിടെയാ? ഞാൻ പാണക്കാടാ. ഓ അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾക്കൊരു നല്ല ഒരാളെ അടുത്ത് കിട്ടിയത് നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. എന്തുകൊണ്ട്? അത് നമ്മളെ തങ്ങന്മാരെ നാടാണല്ലോ. ചിലപ്പോൾ അവിടുത്തെ കള്ളനിരിക്കും. എന്നാലും മനസ്സിലായില്ല. ഇവന് പാണക്കാട്ട് ദേശത്തെ ചിലപ്പോൾ ഒരു കള്ളനായിരിക്കും, പോക്കറ്റ് അടിക്കാരനായി. തോടുകളും അവിടെയൊക്കെ പാർക്കാലോ. പക്ഷെ പാണക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നി. നമ്മളെ തങ്ങളെ നാടാണല്ലോ. പിന്നെ ഓനോട് നമ്മൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഏതായാലും നമ്മൾ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തതാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, ബെന്നൂർ പറമ്പോ മറ്റോ എടരിക്കോടുന്നോ കയറി, ഒരു ദിവസം കയറി, ചങ്കോട്ടിന്നോ മറ്റോ കയറി. അപ്പോൾ ഇരുന്നു. നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ എവിടെ നിങ്ങൾ? ഞാൻ പാണക്കാടാണ്. പിന്നെ നമ്മൾ അത്ര ചോദിച്ചാൽ മതി. പക്ഷെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ തങ്ങളെ പേരിൻ്റെ അടുത്താണോ? പക്ഷേ അപ്പോൾ തങ്ങളെ പേരിൻ്റെ അടുത്താ? അതല്ല. പിന്നെ തങ്ങളെ പേരുടെ അടുത്താണോ? എന്താ തങ്ങന്മാരെയൊക്കെ പള്ളി ഏതാ? ജുമാ ഏതാ? മറ്റേ തങ്ങന്മാരെ മറവ് ചെയ്ത പള്ളി തന്നെയാണോ? അതാ ഇക്കത്തെ പള്ളിയാണോ? അങ്ങനെ ചോദിച്ചു കൊടുക്കും. കാരണം എന്തുകൊണ്ട്? അത് നമുക്ക് ഹൃദയവുമായി ബന്ധമുള്ളൊരു നാടാണ്. പിന്നെ നമ്മൾ ഓനോട് പറയും ചെയ്യും. എന്ത്? അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി. എന്ത്? ഏതായാലും ഞാൻ തൃശ്ശൂർ എത്തുമ്പോൾ നിങ്ങൾ എടുക്കാം. ഞാൻ തൃശ്ശൂർക്ക്. ഞാനും തൃശ്ശൂർക്കാണ്. ആയിക്കോട്ടെ, ഞാൻ ഉറങ്ങും. ഞാൻ ഇന്നലെ എന്തോ ഒരു അത്യാവശ്യത്തിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. നിങ്ങൾ എന്നെ തൃശ്ശൂർ എത്തുമ്പോൾ എന്നെ ഒന്ന് തോണ്ടണേ. പിന്നെ അങ്ങനെ ഉറങ്ങും. ലൈന് വിട്ടുറങ്ങും. എന്തുകൊണ്ട്? തൊട്ടടുത്തിരിക്കുന്ന ആളാണ്, പാണക്കെട്ടുള്ള ആളാണ്. ചിലപ്പോൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. ഓങ്ങളെ പോക്കറ്റ് കൊണ്ട് കുന്നംകുളത്ത് ഇറങ്ങി. എന്നാലും നിങ്ങൾക്ക് സമാധാനത്തിൽ, ആ ഉറക്കം സമാധാനത്തിൽ ഉറങ്ങാം. ആ ഉറക്കങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങാം. എന്തുകൊണ്ട്? നിങ്ങൾ നേതാവിൻ്റെ നാടാണ്. സ്വാഭാവികമായും കള്ളനല്ല. ഉണ്ടെങ്കിൽ തന്നെ പോയി പറയാനൊരാളുണ്ട്. ഇപ്പം പോക്കറ്റ് അടിച്ച് പോയാൽ തന്നെയും എന്തു പറയാ? തങ്ങളെ അയൽവാസിൻ്റെ അല്ല ഒരു മറ്റേ കുഞ്ഞാപ്പൂ, ഒരു കുഞ്ഞുമുഹമ്മദ് ഇന്നലെ എൻ്റെ ഒപ്പം ബസ്സിൽ നിന്ന് പോക്കറ്റ് അടിച്ചു എന്ന് തോന്നുന്നത്. അപ്പോൾ തങ്ങൾ പറഞ്ഞ് അന്വേഷിച്ച് ചിലപ്പോൾ കണ്ടെത്തും. ചിലപ്പോൾ ഇപ്പം പാണക്കാട് നുണ പറഞ്ഞതായിരിക്കും. ഇപ്പം പോക്കറ്റ് അടിക്കാറുണ്ടാവും. മനസ്സിലായില്ല? അങ്ങനെ. എന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടിയ ആ പേര് കേട്ടപ്പോൾ അതേ സമയത്ത് ആ പേര് പറയും. അതെ. എന്തിനാണ്? കാരണം അവർ മോശപ്പെട്ടവരാണെങ്കിൽ ആ മോശത്തരത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ പേര് കൊടുക്കും. അപ്പോൾ ഒരു നല്ല പേരാണത്. എന്തുകൊണ്ട്? നമ്മുടെ നേതാക്കന്മാരുടെ നാടാണ്. അപ്പോൾ അതൊരു നല്ല നാടാണ്. ആ പേര് കേട്ടാൽ നമുക്കൊരു സമാധാനമായി, സന്തോഷമായി. അതേ സമയത്ത് ഇനി തിരിച്ച് നിങ്ങൾ പിന്നെ എന്ത് ചെയ്തു? ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോഴാണ് എന്ത് ചെയ്ത് ഒരുത്തം വന്ന് കയറി നിങ്ങൾ സീറ്റിന് അപ്പുറത്തിരുന്നത്. അസ്സലാമലൈക്കും. എവിടെ? ഞാൻ കായംകുളത്താണ്. അപ്പം നിങ്ങൾ ഉറക്കെ പോയി. കാരണം കൊച്ചുണ്ണിനെ നാടാണ്. ഇപ്പം എന്താണ് കൊച്ചുണ്ണിൻ്റെ കുടുംബം? ഒരു ഉദാഹരണം പറഞ്ഞാണ്. കായംകുളത്തേരും കള്ളന്മാരെന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കായംകുളം എന്ന് കേൾക്കുമ്പോഴത്തിന് കായംകുളത്തേര് കള്ളന്മാരല്ല. പക്ഷെ ആ പേര് അങ്ങനെ കേൾക്കുമ്പോൾ കായംകുളം എന്ന് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഇരിക്കുക. ഇപ്പോഴാണ് കായംകുളം കേട്ട്. അപ്പം ഞാൻ ഇതായിരുന്നു ഉറങ്ങണില്ല. ഭാര്യ ഫോൺ ചെയ്തു. ഇതായിട്ട് ബസ് സീറ്റ് കിട്ടി.
നലേശം ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ മതിയല്ലോ. അപ്പം നിങ്ങൾ പറയും, ഏയ് നല്ലൊരു സാധനത്തിന് അടുത്ത് കിട്ടിയത് ഓൻ കൊച്ചുണ്ണിൻ്റെ നാട്ടുകാരനാ, നന്നിപ്പോൾ ഉറങ്ങണ്ട, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഉറങ്ങാം. ചിലപ്പോ ഇവൻ അവിടുത്തെ ഏറ്റവും വലിയ സാലിയായ മനുഷ്യനായിരിക്കും, കാര്യങ്ങൾ തരും മുഴുവൻ എപ്പോഴും സാലിയായിരിക്കും. പക്ഷേ മുമ്പൊരു കള്ളനെ കൊണ്ട് അറിയപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ കണക്ക്. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ കണക്ക്. വലിയ പരീക്ഷണം ഒക്കെ അങ്ങനെ തന്നെയാണ്, രക്ഷയൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കൂട്ടത്തിലേക്ക് ചേർന്നാൽ പിന്നെ മോശപ്പെട്ട അള്ളാഹിന്റെ ശിക്ഷയാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിക്കണം, അങ്ങോട്ടും ചിന്തിക്കണം. ഇതിൽ പ്രത്യേകിച്ച് നിലവിലുള്ള സാഹചര്യത്തിനും കാലത്തൊക്കെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വരിയാണത്. നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ റബ്ബേ ജമീഅൽ മുഅ്മിനീന, സകല സത്യവിശ്വാസികളെയും മിനിബ്തിലാ, പരീക്ഷണങ്ങളെ തൊട്ട്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെ തുറഖീഹു യാ റബ്ബി ബിശ്ശുക്രി ദായിമാ ഫഇന്നക മൽജൽ അജ്സിനാ മുജല്ലലാ. തുറഖീം, ആ മുഅ്മിനീങ്ങളെ, തുറഖീഹിം, ആ മുഅ്മിനീങ്ങളെ നീ കേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. യാ റബ്ബി, യാ റബ്ബേ, റബ്ബേ ബിശുക്രി, ശുക്രിന് ഇൽഹാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ നീ കേറ്റണം, ശുക്ർ കൊണ്ട്, ദായിമൻ എന്നെന്നും. അതായത് ഒരു നിഅമത്ത് കിട്ടുമ്പോൾ ശുക്ർ ചെയ്യാൻ അവർക്ക് നീ തോന്നിപ്പിച്ചു കൊടുക്കണം. ആ തോന്നിപ്പിക്കൽ മാത്രം മതി അവർ മുകളിലേക്ക് കയറാൻ. എന്തുകൊണ്ട്? ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങളെ ഉയർത്തിത്തരും, നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരും. അപ്പൊ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്യുമ്പോൾ അത് നിലനിൽക്കാനുള്ള മറ്റൊരു നിഅമത്ത് കൂടി ചെയ്താൽ അയാൾ രക്ഷപ്പെടും. തിരിഞ്ഞില്ല, നല്ല തല പുറന്ന് ചിരിക്കണ്ട. ഒരു നിഅമത്ത് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന്, ആ നിഅമത്തോടു കൂടി പൊളിഞ്ഞു പോകും. രണ്ട്, ആ നിഅമത്ത് ദായിമായി നിൽക്കും. എപ്പോഴാണ് നിഅമത്ത് ദായിമായി നിൽക്കുക? ശുക്ർ ചെയ്യുമ്പോൾ. ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലോ ആ നിഅമത്തിന് മുറിഞ്ഞു പോകും. നമ്മളെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ തകരും. ഞാൻ നിങ്ങൾക്ക് ചില സംഭവങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ രാത്രി പോലും ഇവിടെ ഇരുന്ന ഒരാളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി, കഴിഞ്ഞ രാത്രി 1 മണിക്ക് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് ഒരു കാര്യം. എന്ത്? ഒരു സ്വാലിഹായ മനുഷ്യന്റെ സമ്പത്ത് അവകാശികളിലേക്ക് എത്തിയപ്പോഴത്തേന് അവർ തൊലഞ്ഞു പൊളിഞ്ഞുപോയി. എന്തുകൊണ്ട്? ഈ സ്വാലിഹായ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്താണ്. ഇയാൾ ആരുമായിരിക്കും? സ്വാലിഹമായിരിക്കും, ഭയങ്കര ഷാക്കിറായിരിക്കും. കിട്ടിയ നിഅമത്തിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും? ശുക്ർ ചെയ്തിട്ടാണ് ഇയാൾക്ക് ഈ സമ്പത്തോടെ നിലനിന്നത്. ഇത് നേരെ ഇയാളെ മക്കളിലേക്കോ പേരമക്കളിലേക്കോ വരും. ഇവർക്ക് എന്തുണ്ടാവില്ല? ഇവര് വല്യാപ്പാന്റെ മുതലേറെ അംഗീകരിക്കും. എന്തുണ്ടാവില്ല? ശുക്ർ ഉണ്ടാവില്ല. അവരെ കണ്ണിന്റെ മുന്നിൽ പൊളിയും. അങ്ങനത്തെ അനവധി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ശുക്ർ ഉണ്ടെങ്കിൽ, ഇപ്പൊ വല്യാപ്പാക്ക് ഉണ്ടായിരുന്ന ശുക്ർ മക്കൾക്കും പേരമക്കൾക്കും ഉണ്ടെങ്കിൽ ആ നിഅമത്ത് അവർക്ക് നിലനിൽക്കും. എന്തുകൊണ്ട്? ശുക്ർ ഉണ്ടെങ്കിൽ കയറ്റി കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. തുറഖീഹിം, ഈ മുഅ്മിനീങ്ങളെ നീ കേറ്റിക്കൊണ്ടേ ഇരിക്കണമേ. യാ റബ്ബി, യാ റബ്ബി, റബ്ബേ ബിശുക്രി, ശുക്രിന് ഇൽഹാം കൊടുത്തുകൊണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ചെയ്യുന്ന നിഅമത്ത് ഒരു നിലക്ക് 2 നിഅമത്ത് ഉണ്ടാകണം, എന്നാലേ നിലനിൽക്കുള്ളൂ. ഒന്ന്, ആ നിഅമത്ത് ചെയ്യാം. 2, ആ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ തോന്നിപ്പിച്ചു കൊടുക്കുക. ശുക്ർ ചെയ്യാൻ തോന്നിപ്പിച്ചു കൊടുത്താൽ ഈ നിഅമത്ത് എന്തുണ്ടാവും? നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കില്ലെങ്കിലോ അത് കണ്ണിന് മുന്നേ നഷ്ടപ്പെട്ടു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ എത്രയോ വലിയ വല്യാപ്പാര് നല്ല നിലക്ക് നിലനിൽക്കുകയും നാട്ടുകാർക്ക് മുഴുവനും അഭയകേന്ദ്രമാവുകയും ചെയ്തിരുന്ന ചില തറവാടുകൾ, ആ വല്യാപ്പാട് മരിച്ചു പോണോടുകൂടെ ആ നിയമത്തെ എങ്ങനെ പോയി. എന്തുകൊണ്ട്? ചിലപ്പോൾ വരെ നേരെ മക്കൾ കള്ളുടിയന്മാരായിരിക്കും, അല്ലെ മക്കൾ കള്ളുടിയന്മാരായിരിക്കും. നേരെ മക്കൾക്ക് തന്നെ ശുക്ർ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ താഴെ മക്കൾക്ക് തീരെ ശുക്ർ ഉണ്ടാവില്ല. ശുക്രുണ്ടോ? നിലനിൽക്കും. എന്താണ് ഈ ശുക്ർ?
ഓരോന്നിനോട് യോജിച്ചതാ ശുക്ർ. ഏറ്റവും വലിയ ശുക്ർ ഇതെൻ്റേതല്ല എന്നുള്ള ബോധമാണ്. അതാ ശുക്ർ. പിന്നെ ഞങ്ങളുടെ മുന്നിൽ ഇത് വിശദീകരിക്കുന്നു. എൻ്റെ ഒരു അടിസ്ഥാന ബോധം ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ റബ്ബിൻ്റെ കഴിവാണ്. അത് എന്നിലൂടെ വെളിവാക്കുക, നാളെ വേറൊരാളിലൂടെ വെളിവാക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു നിഅമത്തിന്റെ അടിസ്ഥാന ശുക്ർ എന്നാൽ അതെന്റേതല്ല എന്ന് ആ മുൻഅമ അലൈഹി, അവന്റെ മേലാണ് ആ നിഅമത്ത് ചെയ്യപ്പെട്ടത്, അവനൊരു അടിസ്ഥാന ബോധം ഉണ്ടാവണം. ഇതിൻ്റെ അല്ല, അതാണ് അത്യാവശ്യം ഉണ്ടാകുന്നത്. ഇതിൻ്റെതല്ല, എന്നാൽ തന്നെ രക്ഷപ്പെടും. ഇതെൻ്റെതല്ല. അള്ളാഹു ബോധം നമുക്ക് തരട്ടെ. എന്തും അങ്ങനെ ഒരു കച്ചവടം, ഒരു പെട്ടിപ്പീടിയ, ഒരു ചെറിയ അങ്ങാടിയിലെ പെട്ടിപ്പീടിയാണെങ്കിൽ പോലും അത് മതിയാകും ഒരു കുടുംബത്തിനും, പിന്നെ ഒരു തറവാട്ടിനും, ഒരു ഗോത്രത്തിനും, ഒരു നാട്ടിനും വിജയിക്കാം. അതാണ് അടിസ്ഥാന കാരണം. ഒരാൾ കള്ളാലാഞ്ചി പോയിട്ട് ദുബായിലേക്ക് കടലിലിറങ്ങി ചാടിയിട്ട് നീന്തി രക്ഷപ്പെട്ട ആളുകളുണ്ട്. പഴയ കാലത്തിൽ 50 കൊല്ലം മുമ്പ് അവരെ കൊണ്ട് ആ നാട് മുഴുവൻ പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? അവരിപ്പോൾ എന്ത് ചെയ്തു? അവർ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നേരത്തെ നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടി കരഞ്ഞ് ദുആ ചെയ്തു. അപ്പം അതൊരു ആ നിഅമത്തിന് അവർ നന്ദി ചെയ്തപ്പോഴോ അവരെ മക്കളെത്തി. അവരൊക്കെ നാട്ടിൽ വലിയ വലിയ സംഗതികൾ പിടിച്ചടക്കി. അതായത് അല്ലാഹു തആല അവർക്ക് കൊടുത്തു. ഇപ്പോഴും അത് നിലനിന്ന് പോകുന്ന എത്രയുണ്ട്, ഒന്നല്ലാതെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നിഅമത്തിന് ആഗ്രഹിക്കില്ല, ആ നിഅമത്ത് ശുക്ർ ചെയ്ത് നിലനിർത്തണം. നിഅമത്ത് കണ്ണിൻ്റെ മുന്നേ പൊളിഞ്ഞു, നിഅമത്ത് കണ്ണിൻ്റെ മുന്നേ പൊളിയും. അതാണ് നിന്യത. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പം എന്നൊക്കെ ആവറേജ് ജീവിക്കാനൊരു മുതലുണ്ട്, ഒരു ജോലിയുണ്ട്. ആ ജോലി കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എനിക്കൊരു 10 കോടി ഉറുപ്പിക കിട്ടി, അവർ ജോലി രാജിച്ചു. ഇനിയിപ്പോൾ 10 കോടി ഉറുപ്പിക ഉണ്ടായിട്ട് ഇനിയിപ്പോൾ അയിമ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു 25,000 ഉറുപ്പികക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് എഴുതുന്ന പണിയൊന്നും ഇനി ആവില്ല. ഇപ്പോൾ അവിടെ ഇവിടെ കച്ചവടം ചെയ്ത് അങ്ങനെയൊക്കെ ആയി. 2 കോടി ഉറുപ്പികൻ്റെ ഒരു ബിൽഡിങ് ഇവിടെ വാങ്ങി, 4 കോടി ഉറുപ്പികൻ്റെ ബിൽഡിങ് അവിടെ വാങ്ങി, അവിടുത്തെ പെട്രോൾ പമ്പ് ഇവിടെ പെട്രോൾ പമ്പ് നേരത്തെ 10 കോടി ഉറുപ്പിക ഉണ്ട് മുതലാക്കിയിട്ടു. പിന്നെ അവിടേക്ക് നേരം വെളുത്ത് അങ്ങനെ കാറിൽ നടക്കണം. രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ ഓരോ സ്ഥലത്തേക്ക് നോക്കി പൈസ എടുത്ത് ബാങ്കിലിട്ട് തന്നെ എൻ്റെ പണി. അപ്പോഴത്തേന് എനിക്ക് വൈകുന്നേരം പഞ്ചായത്ത് ദിവസം തന്നെ 10, 10,000, 25,000 ഉറുപ്പിയും നിനക്ക് ലാഭമുണ്ട്. കാരണം 10 കോടി ഉറുപ്പിൻ്റെ മുതലല്ലേ ലാഭമല്ലേ. ഒരു 25,000 ഉറുപ്പിക വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കിട്ടും, എല്ലാ പണിക്കാർക്കും കൊടുത്തു കഴിഞ്ഞാൽ. അല്ലാഹു തആല എന്നെ പൊന്തിച്ചു, ജോലി രാജിച്ചു. ജോലിൻ്റെ ആവശ്യം നിന്നില്ല. എൻ്റെ ഒപ്പം ക്ലർക്കായി ഇരുന്നിരുന്ന ആളെ നീ ചായപ്പൊടിയെന്ന് കാണുമ്പോൾ അവനെ വിളിച്ചെടുത്തിയാണ് ഞാൻ ചെയ്ത് ചായ വാങ്ങി കൊടുത്ത്. എൻ്റെ അൽഹംദുലില്ലാ. അപ്പം മറ്റവൻ എന്ത് പറയും? നിങ്ങളെ മണ്ടയിൽ വരച്ച് നമ്മളെ വേറെ എവിടെയെങ്കിലും വരച്ചാൽ മതി. വലിയ ഭാഗ്യം തന്നെ. അങ്ങനെ പോയി. എനിക്ക് എത്ര വയസ്സ്? എനിക്ക് വയസ്സ് 28 അല്ലെങ്കിൽ 25 വയസ്സിൽ LD ക്ലർക്കായിരുന്ന നിനക്ക് 10 കോടി ഉറുപ്പിക കിട്ടി. പൊളിച്ചട് പോയി. പിന്നെ ബസ്, ഓടി, കാറ്, ബെൻസ്, ഞാൻ പറഞ്ഞില്ലേ, വലിയ ബംഗ്ലാവ്, വലിയ പരിപാടികൾ. ലാഭം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് തന്നെ ബംഗ്ലാവ് ഉണ്ടാക്കി, വലിയ ബംഗ്ലാവും കാര്യം 100 പവനും കൊണ്ട് മകളെ കിട്ടിക്കലും വലിയ ആ കാറുബാറും ഭയങ്കര ഉഷാറായി. അങ്ങനെ 10, 30, 35 വയസ്സായി. അപ്പോഴത്തേന് എന്തായിന്നറിയോ? ഇത് പൊളിയൽ തുടങ്ങി. പൊളിഞ്ഞ് പാപ്പറായി, പാപ്പറായി. എല്ലാം ബംഗ്ലാവ് വിറ്റ്, പെട്രോൾ പമ്പ് വിറ്റ്, ബിൽഡിങ് വിറ്റ്, ആകെ വിറ്റ്, ഒക്കെ വിറ്റ്. 40 വയസ്സായപ്പോഴത്തേന് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പൊ എന്താ കുതിക്കുക? ആ ജോലി ഉണ്ടെങ്കിൽ ശമ്പളമായിരുന്നു. 56 വയസ്സായി ഞാൻ പെൻഷനായിരുന്നു. ഇതെന്നെ പഠിച്ചു പരീക്ഷിച്ചതാ. ഇവിടെ പൊളിഞ്ഞു. ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇനിയിപ്പോൾ പുറത്ത് പിന്നെയും കുറേ കടണ്ട്, എനിക്ക് ഇനി മുങ്ങി നടക്കണം. എന്തുകൊണ്ട്? 10 കോടി ഉറുപ്പിയുള്ള ഈ പിന്നെ പൊളിഞ്ഞിട്ട് വേറൊരു 5 കോടിയോ 10 കോടിയോ കടമായി. ഇനിയിപ്പോൾ നാട്ടിൽ വരാൻ വയ്യ, വീട്ടിലേക്ക് വരാൻ വയ്യ. മരുമോനെ കൊണ്ടാണ് അപ്പുറത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച്. മരുമോൻ ഇടക്കിടക്ക് വന്ന് നോക്കാം അമ്മോസാക്ക് വരുന്നുണ്ടോ. അമ്മോസാക്കനെ കാണാൻ തന്നെ ഇല്ല. അപ്പം പൊരിക്കും വരാൻ വയ്യ, എവിടേക്കും വരാൻ വയ്യ. അളിയന്മാർ കണ്ടാൽ തല്ല നിൽക്കാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ 10-40 വയസ്സായി. ഷുഗർ തന്നെ എമ്പാട് 10-30 വയസ്സിൽ ഷുഗർ തുടങ്ങിയതാ. ഇപ്പൊ പഞ്ചസാര ചാക്കാണ് എൻ്റെ തടിയിൽ മുഴുവനും.
ഇനി നാടുട്ടോകാനും വയ്യ. കാരണം എവിടെ ചെന്നാലും ആളുകൾ എക്സ്പയർ ആയ സാധനം ആളുകൾ സ്വീകരിക്കൂല. ഇതിനിടയിൽ എനിക്ക് 10 കോടിയോ 25 കോടിയോ വന്നു പോയി. അതെല്ലാം ഒരു 5, 10, 15 കൊല്ലത്തിനിടയിൽ ദുർസായി പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായി. ഇപ്പൊ ഈയും എൻ്റെ ഭാര്യയും ഇരുന്ന് കരിയും. എന്ത് നമുക്ക് ആ പഞ്ചായത്തിൽ പണിയുണ്ടെങ്കിൽ എത്ര കാര്യമായിരുന്നു. പെണ്ണുങ്ങളും പറയും, എൻ്റെ മനസ്സാ നിങ്ങളൊരു പൈസ കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ രാജിച്ച്. അപ്പൊ ഈ പറയും, ഇത് ഞാൻ നോക്കി നടത്തണ്ടേ, എല്ലാം കൂടി നടക്കുമോ? അപ്പോൾ പറയും, പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് തോന്നുന്ന അന്നത് രാജിയൊക്കെ ഉണ്ടില്ലായിരുന്നു. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ വന്നാ പിന്നെ അത് രാവിലെ അതൊരു വട്ടം ഇരുന്ന് പറഞ്ഞ് രണ്ടാളും തമ്മിൽ പിരിഞ്ഞ് 10 ശേഷം പിന്നെയും സിറ്റ് ഔട്ടിലിരുന്ന് അതെന്നെ പറയും, അന്നത് രാജിയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിന്ദിച്ചു. എന്തുകൊണ്ട്? ഒരു കാര്യത്തിന്റെ നിലനിൽപ്പിൽ മാത്രമാണ് അതിന്റെ നിഅമത്ത്, അഭിമാനിക്കാവുന്ന നിഅമത്തുള്ള മറ്റു പരീക്ഷണം. നേരെ മറിച്ചോ, ഇത് ശുക്ർ ചെയ്തിരുന്നുവെങ്കിൽ എന്താ ശുക്ർ കയ്യെ പൊന്തിച്ചടക്കുക. റബ്ബേ ജിന്നെ പരീക്ഷിക്കാണല്ലോ റബ്ബേ, ഇത്രയും മുതലെന്നാണ്ട് ജിന്നെ അള്ളാഹ് പരാജയത്തിനെ തൊട്ട് കാക്കണം റബ്ബേ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ചിന്തിക്ക്, ഒരു വിരുന്നുകാരൻ വന്നാല് 10 ഒട്ടകത്തിനെ ആർക്കും ഹാത്തമത്തായി. ഒരിക്കൽ ഹാത്തമത്തായിയുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്നു ഒരു രാത്രി താമസിക്കാൻ. അപ്പോഴത്തിന് ഒട്ടകം തീർന്നുപോയി. ഷാമിൽ നിന്ന് പുതിയ ഒട്ടകം എത്തിയിട്ടില്ല. അപ്പോൾ ഒരൊട്ടകത്തെ അറുത്തിട്ട് അയാൾ മാപ്പ് ചോദിച്ചു. മാപ്പാക്കണം. ഷാമിൽ നിന്ന് ഒട്ടകത്തെ എത്താത്തത് കൊണ്ടാണ് മാപ്പാക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ വിരുന്നുകാരൻ ഹാത്തമത്തായിയ. അയാളുടെ മകൻ സ്വഹാബിയ അദീ ഇബ്നു ഹാത്തം. അയാൾ റസൂലുള്ളാഹിന്റെ മുമ്പ് മരിച്ചുപോയി. ഇയാളുടെ മകനാണ് അദീ ഇബ്നു ഹാത്തം. മനസ്സിലായില്ല പറഞ്ഞത്? തൊയ്യ കബീലക്കാരനായ ഹാത്തമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരുന്ന് സൽക്കാരക്കാരൻ. അതായത് ഒരാൾ വന്നാൽ പരിസരം, ഒരു വീട്ടിലൊരാൾ അതിഥിയായി വന്നാൽ പരിസരത്തെ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളെ ബഹുമാനിച്ച് ഭക്ഷണം കൊടുക്കും. ഒരു വിരുന്നുകാരനെ ബഹുമാനിക്കലിന്റെ ഭാഗമാണ് ആ വിരുന്നുകാരൻ വരുമ്പോൾ പരിസരത്തെ ആളുകൾ വിളിച്ചുകൂട്ടൽ. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളോട് വന്നപ്പോഴത്തേന് ആ നാട്ടിലെ ആളെ മുഴുവൻ മുമ്പരെ വിളിച്ച് വലിയ സദ്യ ഉണ്ടാക്കി. അത് ഇവരെ ഇക്റാമാണ്, ഇവരെ ബഹുമാനിക്കലാണ്. നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആൾ വന്ന് പരിസരത്തൊരു മനുഷ്യന് പോലും അവിടെ ഉണ്ടായില്ലെങ്കിൽ ഒരിക്കൽ തിന്നാൻ വരെ രസം ഉണ്ടാവില്ല. എന്ത് ബായിക്കൊരു മനുഷ്യൻ വരെ നമ്മൾ നടപ്പിച്ച് എന്ത് പൊട്ടൊരു സ്ഥലം, ചോറും കറിയൊക്കെ തിരക്കിടില്ല, പക്ഷെ മനുഷ്യൻ അവയ്ക്ക് വന്നിട്ടില്ല. ഓനെ രാജക്കനാന്നാ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഹാത്തമത്തൊയ് അങ്ങനെയല്ല. ഹാത്തമത്തൊയ് എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിന് അർത്താൽ പോലും മാപ്പ് ചോദിക്കും. മാപ്പാക്കണം. ഒട്ടകൂട്ടം വരാത്തതുകൊണ്ടാണ്. അതാണ് ശുക്ർ. ഓരോരുത്തരുടെ ശുക്ർ വ്യത്യസ്തമാണ്. ഓരോന്നിൻ്റെയും ശുക്രും വ്യത്യസ്തമാണ്. ഒരു നാവിന് നിനക്ക് അല്ലാഹു തആല നിഅമത്ത് തന്നാൽ വേറൊരാൾക്ക് വേണ്ടി നീ സംസാരിച്ച് ഒരു നീതി നടപ്പിലാക്കാൻ നാവ് ഉപകരിക്കുക എന്നുള്ളത് നാവിന്റെ നന്ദിയാണ്. പൈസ തന്നാൽ കുടിഞ്ഞോനെ സഹായിക്കൽ പണത്തിന്റെ നന്ദിയാണ്. ആരോഗ്യം തന്നാൽ ഒരാളുടെ അധ്വാനിച്ച് ഒരാളെ ഏറ്റിക്കൊണ്ടോണ്ട സമയത്ത് ഏറ്റിക്കൊണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താ പറയാ വെള്ളപ്പൊക്ക കാലത്ത് 2018 മറ്റോ പുറം കാട്ടി നിന്നിലെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മുതുകിനെ പാലാക്കി കൊടുത്തു. അത് ആരോഗ്യത്തിന്റെ ശുക്രാണ്. ഒരു ആരോഗ്യമുണ്ട്, അതിന്റെ ശുക്രാണത്. ഒരാൾക്ക് ധീരത ഉണ്ട്, അതിന്റെ ശുക്രുണ്ട്. അങ്ങാടിയിലിട്ടൊരു സാധുവിനെ തല്ലാൻ പുറപ്പെട്ടപ്പോൾ ഓനോട് എണീറ്റെന്നു തൊട്ടാ ഞാനൊന്ന് കാണട്ടെ. അത് എല്ലാവരും ആരോഗ്യം ഉണ്ടായതുകൊണ്ട് ഷജാഅത്ത് ഉണ്ടാവില്ല. ഷജാഅത്ത് ഉണ്ടായതുകൊണ്ട് ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഷജാഅത്ത് വേറെയാണ്. നീച്ചടക്കാൻ വയ്യ, എന്നാലും ധീരത ഉണ്ടാവും. എണീറ്റ് നടക്കാൻ വയ്യില്ലെങ്കിൽ ധീരത കാണിക്കും. എണീറ്റടക്കാൻ വയ്യ, എന്നാലും എന്ത് പറയും? അല്ല, ഞങ്ങൾ ഈ മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ട് ഇരിച്ചോണെന്ന് തൊട്ട ഓന ധീരത ഉള്ളവനായതുകൊണ്ട് ആ നാട്ടിൽ ഓനൊരു വെയിറ്റും ഉണ്ടാവും. ഓനൊരു വാക്ക് പറഞ്ഞാൽ അവിടെ ബാല്യക്കാർ ഇറങ്ങാണ്ടാവും. അപ്പൊ അടിക്കാൻ മെനക്കെട്ടവൻ എന്തായി പോയി. അത് ശുക്രന്റെ ഷജാഅത്തിന്റെ ശുക്രാണ്. ഓരോന്നിനും ശുക്രുണ്ട്. ഇതെല്ലാം ഒരാൾക്കുണ്ടെങ്കിൽ അതിനൊക്കെ ശുക്ർ ചെയ്യേണ്ടി വരും. അതേ സമയത്ത് അയാൾക്ക് ഇൽമുണ്ട്. അപ്പോൾ ഇൽമിന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാൾ മുതലാളിയാണ്,
അപ്പൊ മുതലുകൊണ്ട് നന്ദി ചെയ്യണം, അത് മുതലിന്റെ ശുക്രാണ്. അതേ സമയത്ത് അയാൾ ആലിമാണ്, അപ്പോൾ ജാട്ടേർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കണം. പറയ് അത് ഇൽമിന്റെ ശുക്രാണ്. അതേ സമയത്ത് അയാൾ ആരോഗ്യവാനാണ്, അപ്പോൾ തടി കൊണ്ട് സഹകരിക്കണം, അത് ആരോഗ്യത്തിന്റെ ശുക്രാണ്. അതേ സമയത്ത് അയാൾ ശുജായിയാണ്, അപ്പോൾ ധീരത കാണിച്ച് വേറൊരാളെ രക്ഷപ്പെടുത്തണം, അത് ശജാഅത്തിന്റെ ശുക്രാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാൾക്ക് വാക്കിനൊരു പവറുണ്ട്. അവർ പെണ്ണിനെ തൊലാക്കെല്ലാം നിൽക്കാണ് ഒരു കുടുംബം, പാവപ്പെട്ട ഒരു പെണ്ണിനെ തൊലാക്കെല്ലാം നിൽക്കാണ്, അത് നടക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നാലെ വയ്ക്കാം. രണ്ട് വൈക്കോയി ഓന് ഓളും പരിപ്പോട്ടെ, തൊലാക്കയിലാണോ വേണ്ടേന്ന് നമ്മളെ കൂടെ മനുഷ്യന്മാരില്ലേ, പിന്നെ തീരുമാനിക്കാം. അപ്പോൾ രണ്ടൂട്ടും തൊലാക്കെല്ലാം വേണ്ടി വന്നതാണ്. ഇയാൾക്ക് വാക്കിനവിടെ ഒരു സ്വാധീനമുണ്ട്, ഒരു സ്വീകാര്യത ഉണ്ട്, അതിനെ ശുക്രൻ അവിടെ ചെയ്യണം. എന്ത്? ആ പെണ്ണിന്റെ ജീവിതം നിലനിർത്തി. 4 കൊല്ലം കഴിഞ്ഞ് കുട്ടികളും മക്കളായ പിന്നെ ബരന്നെ പറയുന്നുണ്ട്, അന്ന് മൂപ്പരൊരു വർത്താനത്തിന് വരില്ല, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകേണ്ടതാണ്. അൽഹംദുലില്ലാ പിന്നെ എനിക്ക് നല്ല കുട്ടികളുണ്ടായി, അവരൊക്കെ സ്വാലിഹ്യങ്ങളായി. ഞാനും ഓളും തമ്മിൽ പിന്നെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് പോലും ഞങ്ങൾ ഓർത്തിട്ടില്ല, അങ്ങനെ ജീവിച്ചു. അതിനൊക്കെ അവിടെ ഞങ്ങൾ തമ്മിൽ പിരിയാൻ നിന്നതാ. മൂപ്പരൊരു വാക്കിന്റെ വിലയാണ്. അതാ വാക്കിന് അതൊരു ചില ആളുകൾക്ക് അങ്ങനെ അധികാരം ഉണ്ടാവും, കൽപ്പനാധികാരം ഉണ്ടാക്കട. അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പോലെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട്. പള്ളിയിലൊന്നും വർത്തമാനം പറയാൻ വയ്ക്കൂല. അവരുണ്ടെങ്കിൽ പള്ളിയിൽ ഒരാൾ വർത്തമാനം പറയില്ല. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡി പറഞ്ഞാൽ ഉണ്ടായിരിക്കലാണ്. എന്താണോ ഉസ്താദും കാരണവരും വായിക്കുന്നത് അതന്നെ കമ്മിറ്റി. നമ്മൾ വിചാരിക്കും അത് ജനാധിപത്യമല്ലാണ്, അതാണ് ജനാധിപത്യം. എന്തുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത്? ഇവർ നീതിമാന്മാരാണ്. ഇവർ അനീതി ഒഴിവാക്കിയാൽ ഇവർ മുണ്ടിൽ തുടങ്ങും. നമ്മളെന്ന് പറയും പണ്ടത്തെ കാലത്ത് നമ്മൾ മൂളിപ്പോരല്ലായിരുന്നു, മൂളിപ്പോരാ മതി. എന്തുകൊണ്ട്? ആ വിഷയത്തിന് അവർ യോഗ്യന്മാരാണ്. യോഗ്യന്മാരല്ലെങ്കിലോ ജനങ്ങൾ എതിരാകാൻ തുടങ്ങും, അപ്പോൾ അവർ അധികാരം പോകും.